ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ രോഗികൾക്ക് ഈ വചനം ഒരു സൗഖ്യമാണ്. പ്രതിസന്ധിയുടെ മുമ്പിൽ വചനം പറയുന്ന അവൻ ചുറ്റിക കൊണ്ട് വചനം എന്ന ചുറ്റികയായിട്ടാണ് ബൈബിളിൽ വായിക്കുന്നത്. തടസ്സങ്ങളെ അടിച്ചു നിരത്തുന്ന ഒരു ചുറ്റിക. വചനം ആസ്വദിക്കാൻ വരുന്നവൻ അത് മായമില്ലാത്തൊരു പാല. ഹല്ലേലൂയ. യോബ് പറയാണ്, എൻ്റെ ആഹാരത്തെക്കാൾ വലുതായി നിന്റെ വചനം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവവചനത്തിൻ്റെ വലിയ പ്രാധാന്യതയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വളരെ പരിചിതമായ ഒരു വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് കർത്താവിൻ്റെ വചനം പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41-42 വചനങ്ങൾ വളരെ പരിചിതമുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആ വചനങ്ങൾ വായിച്ചു കേൾക്കാം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കയില്ല. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ 3 അംഗങ്ങൾ മാത്രമുള്ളൊരു വീട്ടിൽ ക്രിസ്തു ചെന്നിട്ട് ആ 3 അംഗങ്ങളിൽ ഒരാളെ കുറിച്ച് ദൈവം പറഞ്ഞ ചില വാക്കുകളാണ് ഇന്നത്തെ ധ്യാനം. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ഒരു വീട് തുറന്നു കൊടുക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. നമുക്ക് അതിൻ്റെ 38-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. കണ്ടോ, പല വാതിലുകളും അടഞ്ഞപ്പോൾ ആ വീടിൻ്റെ വാതിൽ യേശുവിനായി അവർ തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. പലർക്കും വലിയ വലിയ വീടുകൾ ദൈവം കൊടുത്തെങ്കിലും പലരും ആ വീടിൻ്റെ വാതിൽ ദൈവത്തിനായി തുറന്നു കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവവചനം പറയുമ്പോൾ നിങ്ങളോട് പറയാം, നിങ്ങൾക്കിടെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ദൈവത്തിന് വേണ്ടി തുറന്നിടണം. സ്തോത്രമൊക്കെ തീരെ കുറഞ്ഞ സ്തോത്രമാണല്ലോ വരുന്നത്. ഹല്ലേലൂയ. വലിയ വീടായാലും ചെറിയ വീടായാലും എന്ത് ചെയ്യണം? അത് ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. അത് അങ്ങനെ മനസ്സുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാമെന്ന ഒത്തിരി പേര് എന്നോട് സംസാരിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, പാസ്റ്ററെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എനിക്ക് ഒരു വീട് സ്വന്തമായിട്ട് എന്ന് തരുമോ അന്ന് ഞാൻ ആ വീട് ദൈവത്തിനായി തുറന്നിടും. ഹല്ലേലൂയ. അതിനകത്തൊരു മുറി ദൈവദാസന്മാർക്ക് വരുമ്പം താമസിക്കാനായിട്ട് ഞാൻ മാറ്റിവെക്കും. അതിൻ്റെ കാരണം എന്താ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കൈക്കൊള്ളുന്ന ഒരു വീട്.